എന്റെ ജാതകം മോശമാവാൻ കാരണക്കാരൻ ഞാനാണോ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കേണ്ടത് നീ നിന്റെ ബന്ധുക്കളായിരുന്നില്ലേ? അതിപ്പോ ഇയാൾക്ക് വേണ്ടെന്ന് വെക്കായിരുന്നില്ലേ? അതെങ്ങനെയാ? ഇയാളും ഇയാളുടെ അമ്മയൊന്നും ജാതകം നോക്കി കാണത്തില്ല. അവിടെ വന്ന് പെണ്ണ് കണ്ടപ്പോ എനിക്കിഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, ഇയാൾക്കാണെങ്കിൽ ഒന്നുമില്ല. ഏട്ടന്റെ തണലില് കഴിയുന്ന ഇയാളെ അങ്ങേര് പുറത്താക്കിയ ഭാര്യയും ഭാര്യ വീട്ടുകാരും തണലായിരിക്കുന്ന ഇയാൾ കരുതി. അതുകൊണ്ടാ ഒരെതിർപ്പും കൂടാതെ സമ്മതം മൂളിയത്. നീ എന്തൊക്കെയാ കരുണേ പറയുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് 100% സത്യമായിരിക്കും ഉണ്ണിയേട്ടാ. ഇനിയിപ്പോ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണ്ട, അതിപ്പോ അസ്തമിച്ചു കഴിഞ്ഞു. കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞിട്ടൊന്നും ഇല്ല. എന്നെങ്കിലും ഒരു കാലത്ത് അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാ മഹാലക്ഷ്മിയെ എനിക്ക് ഈ ജന്മം ജയിക്കാൻ പറ്റില്ല എന്നർത്ഥം. അവളെ മകരമാസത്തിലെ മഞ്ഞിൽ തന്നെ ജീവിതം ആസ്വദിക്കാൻ പോയിരിക്കുക. എനിക്കും ഉണ്ട് നല്ല മഞ്ഞുള്ളപ്പോ മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ പോണെന്ന്. അതെങ്ങനെയാ? എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും, ഏറ്റവും ചീപ്പായ ഹോട്ടൽ നോക്കും. കല്യാണത്തിന് മുൻപ് എന്റെ അച്ഛൻ എന്നെയും കൊണ്ട് എവിടെ പോയാലും 4 സ്റ്റാറിൽ കുറഞ്ഞ ഒരിടത്തും താമസിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും താമസിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ റൂം ബുക്ക് ചെയ്ത് തരുവാണെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഇന്ന് വരെ സന്തോഷത്തോടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് താമസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞുണ്ടാകാൻ വൈകുമെന്ന് ഡോക്ടർ പറഞ്ഞോടെ നിന്റെ സമനില തെറ്റിയിരിക്കാ കരുണേ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ സംസാരിക്കേണ്ടത്. വന്നേ കാറി കയറാൻ നോക്ക്. എങ്ങോട്ടാ പോന്നെ? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലോട്ട് പോണ്ട, എനിക്ക് എന്റെ വീട്ടിലോട്ട് പോയാ മതി. കൊണ്ടുവിടന്നെ. അവിടെയാണെങ്കിലേ എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അവരോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോ കുറച്ചെങ്കിലും എന്റെ ദേഷ്യം അങ്ങ് തീരും. നിങ്ങളുടെ മോന്ത കണ്ടാലേ എനിക്ക് എന്നെ തന്നെ അങ്ങ് കൊല്ലാൻ തോന്നുക. അത്രയ്ക്കൊരു തോൽവിയായിപ്പോയി നിങ്ങള്. ഞാനൊന്നും പറയുന്നില്ലെന്ന് കരുതി ചവിട്ടി മെതിക്കരുത് കേട്ടോ. ചവിട്ടി മെതിച്ച ഇയാൾ എന്ത് ചെയ്യും? ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാലേ മഹാലക്ഷ്മി കണ്ണനൊപ്പം വൃന്ദാവനത്തില് കൃഷ്ണനും രാധയും ജീവിച്ച പോലെയാ ജീവിക്കുന്നത്. അത് കണ്ടുകണ്ട് മനസ്സ് മടുത്തുപോയി. അതുകൊണ്ടാ പറഞ്ഞത് എന്നെ വീട്ടിലോട്ട് കൊണ്ടാക്കാൻ. ശരി. ഓ, ഇനിയിപ്പോ ചെലവ് കുറഞ്ഞു കിട്ടുമല്ലോ. ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാൻ അടുത്ത് ഞാനില്ലല്ലോ. ജീവിതം സുഖായി. നീ ഇത് രണ്ടും കൂടി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊന്നും അല്ല പറയേണ്ടത്. വിവാഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയ സമയത്ത് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, US-ലും UK-ലും ഒക്കെ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ ആലോചനകളുമായിട്ട് വന്നതാ. അപ്പോഴാ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണെന്നും പറഞ്ഞ് ഇയാള് വന്നത്. വീൽ ചെയറിലിരിക്കുന്ന ചേട്ടൻ വെറും നോക്കുകുത്തിയാണ്, ഏട്ടന്റെ കമ്പനി ഭരിക്കുന്നത് താനാണ്, എന്തൊക്കെയായിരുന്നു ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്ന അമ്മാവൻ പറഞ്ഞു ഒപ്പിച്ചത്. എല്ലാവർക്കും അബദ്ധം പറ്റും, പക്ഷെ ഇത് വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. ഒരൊന്നൊന്നര അബദ്ധം.